ഹായ്. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ട്രെസ്സും ഓവർ തിങ്കിങ്ങും അതേപോലെ തന്നെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും. ഏതാണ് രണ്ട് കാര്യങ്ങൾ എന്നല്ലേ? ഇമ്പോർട്ടന്റും അർജന്റും. ഈ രണ്ട് വേർഡ്സ് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണോ, സെയിം വേ അർജന്റ് ആണോ? ഇത് രണ്ടും നമ്മൾ തിങ്ക് ചെയ്യാം. രണ്ടുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും നോക്കരുത്, ആ കാര്യം അപ്പൊ തന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ. സെക്കൻഡ് തിങ്, ഇമ്പോർട്ടന്റും അല്ല അർജന്റും അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആവശ്യമില്ലാത്തത് തലക്കേറ്റ് വെക്കാൻ ശ്രമിക്കരുത്. ഒരു നോ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അത് അവോയ്ഡ് ചെയ്ത് കളയാം. കാരണം നമ്മുടെ ടൈം സ്റ്റീൽ ചെയ്യാൻ വരുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം അത്. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ് ബട്ട് അർജന്റ് അല്ല. ഇത് മിക്കവാറും നമ്മുടെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ആയിരിക്കാം. അതായത് നമ്മുടെ ലൈഫ് ഗോൾസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കില്ലേ. ഇപ്പൊ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഇത്ര നാളും കൊണ്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന കാര്യം. അത് നമുക്ക് ഇന്നും നാളെയും പെട്ടെന്ന് അർജന്റായിട്ട് ചെയ്തു തീർക്കാൻ പറ്റില്ല, ബട്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, റീഷെഡ്യൂൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഫോർത്ത് വൺ, ഇമ്പോർട്ടന്റ് അല്ല ബട്ട് അർജന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് റീഷെഡ്യൂളും ചെയ്യാം. അതായത് നമുക്കൊന്ന് മാറ്റിയും വെക്കാം, ഡെലിക്കേറ്റ് ചെയ്യാനും പറ്റും. എന്താണ് ഡെലിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. ഈ ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യം ബട്ട് അർജന്റും ആണ് എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരാളെയും കൊണ്ട് ചിലപ്പോൾ ആ കാര്യം സാധിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ. നമ്മുടെ അടുത്ത് ആരെങ്കിലും പെട്ടെന്ന് ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത് കൊടുക്കാനില്ല എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കാർഡ് മാത്രമേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് കൊടുക്കാനില്ല. നമ്മളപ്പം തന്നെ ആളുടെ അടുത്ത് വേണമെങ്കിൽ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യാൻ നമുക്ക് ചോദിക്കാം. അതായത് നിനക്ക് ഇന്ന് എപ്പോഴെങ്കിലും മതിയോ, അല്ലെങ്കിൽ നാളെ മതിയോ, നമുക്ക് ചോദിക്കാം. സെയിം വേ നമുക്ക് ഡെലിക്കേറ്റ് ചെയ്യാം. നമ്മുടെ അടുത്ത് വേറൊരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുടെ അടുത്ത് അയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയാം. നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെ? അപ്പൊ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റും ആയിരിക്കാം അർജന്റും ആയിരിക്കാം. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ പിന്നീടുള്ള കാര്യങ്ങളിലോട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.